ധർമ്മസ്ഥല കൊലപാതക പരമ്പര സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നേത്രാവതി പുഴയോരത്ത് നിന്നാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. ബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനികളുടേതുൾപ്പെടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് മൊഴി നൽകിയ സ്ഥലങ്ങളിലാണ് SITയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ന്യൂസ് 18 ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തലിൽ SIT അന്വേഷണം ഊർജിതമാക്കി. ആദ്യഘട്ടമെന്ന നിലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയെ സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ധർമ്മസ്ഥല നേത്രാവതി പുഴയോരത്ത് നിന്നാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. പിന്നീട് വനത്തിനകത്ത് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ പോലീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂഗർഭ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇനി നടക്കുക. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ്. കഴിഞ്ഞ ദിവസമാണ് മംഗളൂരുവിലെ IBയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ച് മുൻ ജീവനക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയത്. 15 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലിൽ നിർണായക വിവരങ്ങൾ ഇയാൾ SITക്ക് കൈമാറിയിരുന്നു. മംഗളൂരുവിന് പുറമെ ബെൽത്തങ്ങാടിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ്. ആയിരത്തി 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊന്നു കുഴിച്ചുമൂടിയെന്നായിരുന്നു ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. സൂപ്പർവൈസർമാരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത് ചെയ്തതെന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. താങ്ങാനാകാത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. 2014 ഭീഷണിയെ തുടർന്ന് കുടുംബത്തോടൊപ്പം മറ്റൊരു സംസ്ഥാനത്തേക്ക് പലായനം ചെയ്യുകയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാനും ആചാരപ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കണമെന്നതുമാണ് ഇപ്പോൾ വെളിപ്പെടുത്തലിന് പിന്നിലെ കാരണമെന്നും മൊഴിയിലുണ്ട്. ആദ്യം ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകുകയായിരുന്നു. തെളിവിനായി ഇത്തരത്തിൽ കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടമായ തലയോട്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്താൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിടുകയായിരുന്നു. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ ചുരുളഴിയുന്നതോടെ രാജ്യം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല.